വലിയൊരു സംഘർഷത്തിലേക്ക് മാറാമായിരുന്ന സാഹചര്യമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിനൊടുവിൽ ഈ ആരോപണ വിധേയരായ അല്ലെങ്കിൽ പട്ടികയിൽ പോലീസ് തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാക്കിക്കൊള്ളാം എന്ന ഉറപ്പിൽ പോലീസ് ഇവിടുന്ന് പിൻവാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതല്ലായിരുന്നെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് കയറുന്ന ഒരു നടപടി ഉണ്ടാകുമായിരുന്നു. അത് പിന്നീട് ഉണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പ്രത്യേകിച്ച് പാളയത്ത് SFI KSU സംഘർഷമുണ്ടായി. ഒരു ദിവസം പിന്നിടുന്നതിന് പിന്നാലെയാണ് വീണ്ടും സംഘർഷ സമാനമായ സാഹചര്യം ബേക്കറി ജംഗ്ഷനിൽ വീണ്ടും ഉടലെടുത്തത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനൊടുവിലാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന കഴിഞ്ഞ് മടങ്ങുന്ന വാഹനങ്ങൾക്ക് നേരെ നടന്ന 2 വാഹനങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങളെ തുടർന്ന് കണ്ടാലറിയാവുന്ന 10 പേരുടെ പട്ടിക തയ്യാറാക്കി അവരെ ഏത് വിധേനയും പിടികൂടും എന്ന നിലപാടിൽ CPM നേതാക്കൾക്ക് മുന്നിലേക്ക് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയത്. പക്ഷേ പാർട്ടി ഓഫീസിനുള്ളിൽ കടന്ന ഒരു കാരണവശാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനാവില്ല എന്ന നിലപാടിലായിരുന്നു പാർട്ടി നേതൃത്വം. ജോൺ ബ്രിട്ടാസ് MPക്ക് പുറമെ മുൻ മന്ത്രി കൂടിയായ V. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഈ ആദ്യം 4 പേരെയും പിന്നീട് 6 പേരെയും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിൽ അതൊരു കീഴടങ്ങൽ തന്നെയായിരുന്നു. പോലീസിന് അവർ ഉറപ്പ് നൽകി ഒരു കാരണവശാലും അകത്ത് കയറാനാവില്ല, അകത്ത് കയറിയുള്ള ഒരു നടപടിയും അംഗീകരിക്കില്ല, അത് നടക്കുകയില്ല എന്ന തരത്തിലേക്ക് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഇടപെടലുകളാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഒരു സംഘർഷ സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് ഇവിടുന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് റിസർവ് ബാങ്കിന് അടുത്തുവെച്ച ഈ അവസാനം ശേഷിച്ച 4 പേരെ കൂടി പോലീസ് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ട് പട്ടികയിൽ ഉൾപ്പെട്ട 10 പേരെയും ഇപ്പോൾ ഇവിടുന്ന് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവരുടെ പേര് വിവരങ്ങൾ മറ്റ് വിശദാംശങ്ങളൊക്കെ ക്രമസമാധാന ചുമതലയുള്ള DCP ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് വിശദീകരിച്ചേക്കുമെന്നാണ് സൂചന. പക്ഷേ സംഘർഷ സാഹചര്യം ഒഴിവായെങ്കിലും കനത്ത പോലീസ് കാവലിൽ തന്നെയാണ് പാളയവും ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പരിസരവുമൊക്കെയുള്ളത്. എന്ത് തരത്തിലുള്ള ഒരു പ്രകോപനപരമായ ഇടപെടലുകൾ ഉണ്ടായാലും അതിനെ നേരിടാനുള്ള കൃത്യമായ ഒരുക്കങ്ങൾ അവർ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറി വരുന്ന വഴിയുടെ കവാടം മുതൽ ഏരിയ കമ്മിറ്റി ഓഫീസ് അവസാനിക്കുന്ന വഴി വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇടവഴികളിൽ പോലീസിനെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ പെരുമാറ്റം സംഘർഷത്തിലേക്ക് ക്രമസമാധാന നിലയെ താറുമാറാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടലുകൾ ഉണ്ടായാൽ അതിനെ കൃത്യമായി നേരിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പോലീസ് സംഘത്തെ ഈ ഭാഗങ്ങളിലെല്ലാം വിന്യസിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തുടർ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഇവരെ കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോയതിനു ശേഷവും പോലീസ് സംഘം അങ്ങനെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ ഇനിയൊരു നിർദ്ദേശം വരുന്നതുവരെ ഇവിടെ തന്നെ തുടരേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയും. നിലവിലെ സാഹചര്യത്തിൽ തൽക്കാലത്തേക്കെങ്കിലും ഈ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. ഇനി മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇവിടെ കൂടി നിൽക്കുന്ന പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതോടെ ഉണ്ടായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഇപ്പോഴുണ്ടായ സംഘർഷ സമാനമായ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇനിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാനുള്ള വളരെ പക്വമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഇവിടെ സമാധാനപരമായി ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഈ വാഹനങ്ങൾ അടിച്ചു തകർക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന 10 പേരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഇവിടുന്ന് നീക്കിയിരിക്കുന്നു. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. പോലീസ് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പോലീസിന്റെ പിടിവാശിക്ക് CPM ഒടുവിൽ വഴങ്ങുകയായിരുന്നു. അങ്ങനെ പ്രതികളെ അവർ വിട്ടുകൊടുത്തു, ഇവരെ അറസ്റ്റ് ചെയ്തു. നിയമ നടപടികൾക്ക് ഇവർ വഴങ്ങേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.